ഹലോ, ഇന്ന് ഞാനൊരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിന് വേണ്ടി കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. അതിനെ കുറച്ച് എല്ലാ ചിക്കനും വരഞ്ഞു കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കസൂരി മേത്തി, ഉപ്പ്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വിനാഗിരി 2 ടീസ്പൂണോളം വിനാഗിരി, 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ്, പിന്നെ ഒലീവ് ഓയിലാണ് എടുക്കുന്നത്. കുറച്ച് ഒലീവ് ഓയിൽ കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ചിക്കനിൽ പുരട്ടി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം എല്ലാ ചിക്കനും നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അരമണിക്കൂർ അടച്ച് വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് അതിൽ ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പം 2 പീസ് ചിക്കനാണ് ഞാൻ ആദ്യം ഇടുന്നത്. അപ്പം 2 പീസ് ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു വശം തിരിച്ച് ഇടാം. ഇപ്പം രണ്ടും തിരിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മസാലയിൽ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് ഇതിൻ്റെ മുകളിലൊന്ന് കുറച്ച് പുരട്ടി കൊടുക്കാം. അതിൻ്റെ മസാല തന്നെയാണിത്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ടതാണ്. ഇനി ഇതിൻ്റെ മുകളിലിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് പിന്നെയും കുക്ക് ചെയ്യാം. ഇപ്പോൾ ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 2 വശത്തും ആക്കി നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു ചിക്കനാണ്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ, എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണം നമുക്ക് കഴിക്കാം. അൽഫാം ചിക്കനേക്കാട്ടും നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചീസ് ചെത്തിയിടാം. ഇതേപോലെ ചീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.